ശ്രീധരൻ നമുക്കൊപ്പുണ്ട്. ശ്രീധര, ഏറ്റവും നിർണായകമായ വിവരമാണ് അതാ കാണുന്ന മൺകൂന, നദിയോട് ചേർന്ന മൺകൂനയിൽ തന്നെയാണോ ഈ വാഹനമെന്ന് ഏകദേശം ഉറപ്പിക്കുന്നു. അതിന് അവിടെ തിരയാനുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കാൻ കഴിയുമോ അവിടുത്തെ സാഹചര്യത്തിൽ? നിലവിലെ സാഹചര്യത്തിൽ ഈ തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് കനത്ത മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. നദിയിലെ കുത്തൊഴുക്കും നേരത്തെ ബെന്നി സൂചിപ്പിച്ചു ഒഴുക്കിന് ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ കൂടുതൽ ഈ മഴ പെയ്യുന്നതോടുകൂടി തന്നെ ഒഴുക്ക് അതിശക്തമായി തുടരുകയാണ്. പല കൈവഴികൾ ഗംഗാവലിയിൽ ചേരുന്നുണ്ട്. ഈ കൈവഴികളെല്ലാം തന്നെ മലവെള്ളവുമായാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്ക് നദിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ കുത്തൊഴുക്കിനെ ഭേദിച്ച് വേണം തിരച്ചിൽ നടത്താൻ. അതോടൊപ്പം തന്നെ രാത്രിയിൽ വെള്ളത്തിലെ തിരച്ചിൽ എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ സംബന്ധിച്ച്, പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. MLA സതീഷ് കൃഷ്ണസൈൽ പറയുന്നത് ഇന്ന് രാത്രി വരെ 24 മണിക്കൂറും തിരച്ചിൽ നടത്തും എന്നൊക്കെയാണ്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 ലോറികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിൽ ഏത് ലോറിയാണ് നമുക്കിപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ മഴ ഈ പ്രദേശത്ത് ഷിരൂരിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. കാറ്റും ആഞ്ഞു വീശുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും. അതുപോലെ തന്നെ കണ്ടെത്തിയത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോറി ആണെങ്കിൽ തന്നെ അത് പൊക്കിയെടുക്കാനും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെ വേണ്ടിവരും. പ്രത്യേകിച്ച് ലോഡഡ് ആയിട്ടുള്ള ഒരു ലോറിയാണ് അത്. അതിന് 45 ടണ്ണോളം ഭാരം വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മരം എടുത്ത് മാറ്റിയാൽ തന്നെ അത് പൊക്കിയെടുക്കുക എന്നുള്ളത്, പുഴയുടെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെ ഹെലികോപ്റ്റർ ഈ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രദേശത്തേക്ക് എത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്കൂബ ഡൈവേഴ്സ് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ അല്പസമയം മുൻപ് ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചത്. നിലവിൽ ഏതായാലും ഇന്ന് ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഇന്നത്തെ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 8 ദിവസവും ഇല്ലാത്ത ഒരു പോസിറ്റീവ് ത്രെഡ് നമുക്ക് ഇന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ത്രെഡാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ പുഴക്കരയിൽ തട്ടായി ചെത്തിയെടുത്ത് താഴേക്ക് ഈ വാഹനം, വലിയ ഈ മണ്ണുമാന്തി യന്ത്രം താഴേക്ക് ഇറക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മണ്ണ് മാറ്റി പുഴയോട് കൂടുതൽ തീരത്തേക്ക് അടുത്തുകൊണ്ട് താഴെ തട്ടിലുള്ള മണ്ണ് മാറ്റുന്ന നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ഈ താഴേക്ക് കാര്യമായി പോയാൽ പോലും മണ്ണ് പുതഞ്ഞായിരിക്കാം ഒരു പക്ഷേ ലോറി കിടക്കുക എന്നുള്ള ഒരു സംശയം കൂടി ചില ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇതിലും ദുഷ്കരമായ സാഹചര്യത്തിൽ അവരൊക്കെ പലതവണ ജോലി എടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കാം പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവർ ഇനി ഈ പുഴയിലെ രക്ഷാദൗത്യത്തിലേക്ക് പോവുക. ഏതായാലും ഇനി ഉള്ള രക്ഷാദൗത്യം നേവിയുടെയും NDRFന്റെയും നേതൃത്വത്തിൽ, മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരിക്കും. വിദഗ്ധരായുള്ള മുങ്ങൽ വിദഗ്ധർ ഗോവൽ നേവൽ ബേസിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ പുഴയിൽ പലയിടത്തായി പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ പുഴയിലെ കുത്തൊഴുക്കിൽ അവർക്ക് ഇറങ്ങാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ ഒരു ലൊക്കേഷൻ ഏതാണ്ട് സ്ഥിരീകരിക്കാറായ സ്ഥിതിക്ക് ഏതായാലും ഈ പുഴയിൽ ഇറങ്ങുന്നതിന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. SP-യും ജില്ലാ കളക്ടറും പ്രദേശത്തേക്ക് എത്തും. MLA സതീഷ് കൃഷ്ണസൈൽ ഏകോപനത്തിന് അവിടെ കൃത്യമായി തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി MLA പറയുന്ന ഒരു കാര്യം, ഈ ലോറി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ തീരത്തോട് അടുപ്പിച്ചാകും എന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ മറ്റ് GPS സിഗ്നലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കരയിലായിരുന്നു കൂടുതൽ പരിശോധനകൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പുഴയിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിച്ചതിലൂടെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഏതായാലും ഭാഗികമായി പറയാം. ഏതായാലും 9ാം നാൾ ആശ്വാസത്തിന്റെ അല്ലെങ്കിൽ തിരച്ചിലിനൊരു ഫലം വരുന്ന തരത്തിൽ ഉള്ള ഒരു ലീഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൊച്ചി നേവൽ ബേസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയും മാതൃഭൂമി ന്യൂസ് അത് പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ഏതായാലും
നിലവിൽ കാലാവസ്ഥ ഇവിടെ കലുഷിതമായി തുടരുന്നു. പുഴ കുലംകുത്തി ഒഴുകുന്നു, കാറ്റ് ആഞ്ഞു വീശുന്നു. ഇങ്ങനെയുള്ള പ്രതികൂല ഘടകങ്ങളെ മറികടന്നു വേണം നമുക്ക് ഇനി ഈ കണ്ടെത്തിയ അതായത് ശ്രീധരൻ ഇന്ന് അങ്ങനെ ആ ഭാഗത്തൊരു പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിലോ അല്ലെങ്കിൽ അവിടത്തെ മണ്ണ് കൃത്യമായി മാറ്റുന്ന ഒരു കാര്യം പ്രായോഗികമായിരിക്കില്ല അല്ലേ? അല്ല, മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോഴും തുടരുന്നുണ്ട് ദിവിഷ്. പക്ഷേ പുഴയിൽ ഇറങ്ങുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണ്ടിവരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ MLA-മാരായിട്ടുള്ള AKM അഷ്റഫ്, അതുപോലെ തന്നെ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, ഇങ്ങനെ കേരളത്തെ പ്രതികരിച്ച് MLA-മാർ അവിടെയുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് MLA സതീഷ് കൃഷ്ണ, അതുപോലെ തന്നെ 3 സേനകളുടെയും ദുരന്ത നിവാരണ സേനയുടെയും കരസേനയുടെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ, കർണാടക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അങ്ങനെ സംയുക്ത ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നവരും അതിൽ ഭാഗമായവരുമായുള്ള ആളുകളെല്ലാം ചേർന്നിട്ടുള്ള സംയുക്ത യോഗം അവിടെ ചേർന്നിരിക്കുകയാണ്. അതായത് ഒരു ലൊക്കേഷൻ, ഒരു ത്രെഡ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ഏതായാലും കൃത്യമായി MLA സതീഷ് കൃഷ്ണ